ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ, നമുക്കൊരു ഉച്ചയൂണിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കിയാലോ. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ മറക്കണ്ട കേട്ടോ. എന്നാൽ പിന്നെ നമ്മുടെ വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ. അതിനായിട്ട് രാവിലെ തന്നെ ഒരു കാലത്തിലേക്ക് കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്കൊക്കെ സ്റ്റൗവേ ഉള്ളൂ കേട്ടോ, അടുപ്പൊന്നുമില്ലേ. എന്നിട്ട് പിന്നെ ഫ്രിഡ്ജിലിരുന്ന ബാക്കി വന്നിരുന്ന പച്ചക്കറി എല്ലാം കൂടി ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പാവയ്ക്കൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് വായം പൊളിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കഴുകി നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ടേ. ഇനിയിപ്പോൾ ഒന്ന് അതിനെ ഒന്ന് അരിഞ്ഞേക്കാന്ന് വെച്ചു. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാവയ്ക്കയും ഉരുളക്കിഴങ്ങും കൂടെ മെഴുക്കുവരട്ടി വെക്കാനാണ് കേട്ടോ. അപ്പോഴത്തേക്കും കഞ്ഞിയുടെ വെള്ളമൊക്കെ ഇത് തിളച്ചിട്ടുണ്ടായിരുന്നേ. എന്നാൽ പിന്നെ അരി കഴുകി ഇട്ടിട്ടാട്ടെ ബാക്കി അരിയുന്നതെന്ന് ഓർത്തുകൊണ്ട് അതൊന്ന് അരിയൊക്കെ ഒന്ന് കഴുകിയിട്ട് കുറച്ച് ചൂടുവെള്ളത്തിലും കൂടെ അവസാനം ഒന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ. സാധാരണ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യവും അവസാനവും നന്നായിട്ട് കഴുകിയിട്ടൊക്കെയാണ് ഇടുന്നത്. ഇതിപ്പോൾ നമുക്ക് വെള്ളം നമ്മൾ വാങ്ങിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യത്തെ ചൂടുവെള്ളത്തിൽ കഴുകൊക്കെ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഒന്ന് അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്നുകൂടെ ഒന്ന് ഇളക്കിയും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പച്ചക്കറി, അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങും പിന്നെ നമ്മുടെ പാവയ്ക്കയും ഒക്കെ കൂടെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്, സവോള ഇട്ടിട്ടുണ്ട്. പിന്നെ പോയിട്ട് സ്വല്പം ഉപ്പിട്ട് കൊടുത്തു, കുറച്ച് മഞ്ഞൾപ്പൊടിയുണ്ട്, കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ടുണ്ട് കേട്ടോ. അതായത് അതിൻ്റെ അകത്ത് എല്ലാം കൂടെ ഒന്ന് പിടിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണേ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് തിരുമ്മി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഒരു കടായിലേക്ക് ഇത്തിരി എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അതിന് മുമ്പ് ആ എണ്ണ ഇരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കലത്തിലിരുന്ന ചോറിനെ എടുത്ത് അപ്പുറത്തോട്ടങ്ങ് മാറ്റി വെച്ചിട്ട് കടായി ചെറിയ സ്റ്റൗവിൻ്റെ അതിലോട്ടങ്ങ് വെച്ച് വെച്ചു കേട്ടോ. എന്നിട്ട് സ്വല്പം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുത്തപ്പോൾ കിടക്കുന്നു നമ്മുടെ കടുക് പാത്രം അങ്ങ് മറിഞ്ഞു വീണ അവസ്ഥയിലേക്ക് പോയിട്ടോ. എന്നാലും പിന്നെ സാരമില്ല, കടുകല്ലേ, എനിക്കിഷ്ടം കേട്ടോ കടുക് പൊട്ടിക്കുന്ന ഒരു പ്രത്യേക സ്വാദല്ലേ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ തിരുമ്മി വെച്ചിരിക്കുന്ന പാവയ്ക്കയുടെ മിക്സ് എല്ലാം കൂടെ നമ്മുടെ കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് വേവിച്ച് വെച്ചേക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഒരു ഇച്ചിരി തൈര് ഇരിപ്പുണ്ടായിരുന്നു, അത് തലേദിവസത്തെ തൈര് ഇരുന്നതിൻ്റെ ബാക്കിയാണേ. അപ്പോൾ തലേദിവസം എല്ലാവരും പച്ചത്തൈരാണ് കൂട്ടിയത്, അതുകൊണ്ട് തന്നെ പിറ്റേന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനൊരു തന്നെ കറി വെക്കാനായിട്ട് അതില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനൊരു ബൗളിലേക്ക് ആക്കി സ്വല്പം വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് അടച്ചു വെച്ചു. അപ്പോഴാണ് ഓർത്തെന്നാൽ പിന്നെ തക്കാളി ഇട്ടെന്തുകൊണ്ട് കറി വെച്ചുകൂടാ. അങ്ങനെ ഒരു തക്കാളി എടുത്തിട്ടുണ്ടേ. അങ്ങനെ അതിനെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിനെല്ലാം ഒന്ന് അരിഞ്ഞ് മാറ്റി വെച്ചപ്പോഴാണ് ഓർത്ത തേങ്ങയുടെ കാര്യം കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ പൊട്ടിച്ച് നോക്കി, നല്ല തേങ്ങയായിരുന്നു കേട്ടോ, കേടൊന്നുമില്ല. അപ്പോൾ ആ തേങ്ങ പൊട്ടിക്കുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ എൻ്റെ കുഞ്ഞോടി വരും തേങ്ങാ വെള്ളത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ സ്വല്പം ഉണ്ടായിരുന്നുള്ളൂ, ഒത്തിരി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അത് അവൾക്കും കൊടുത്തേച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ വേവാൻ വെച്ചിരുന്ന നമ്മുടെ പാവയ്ക്കൊക്കെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടേ. അപ്പോൾ ഏകദേശം പാതി വേവായിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തു വെച്ചു, അല്ലെങ്കിൽ പിന്നെ അത് കരിഞ്ഞ് പിടിച്ചെങ്കിലും ഒന്ന് ഓർത്തിട്ടാണേ. അപ്പോൾ അതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ അവിടെ ഇരിക്കട്ടെ. അന്നേരത്തേക്കും കഞ്ഞിയുടെ വെള്ളമൊക്കെ, കഞ്ഞി നമ്മൾ അരി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് വറ്റാൻ തുടങ്ങി. അതുകൊണ്ട് സ്വല്പം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇനി നമ്മുടെ മോരിനുള്ള അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കണ്ടേ. അപ്പോൾ തേങ്ങയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കുറച്ച് ജീരകവും ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്വല്പം ഉള്ളൂ, ഒരു ശകലം തൈരല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഒരു എന്താ പറയുക, ഒരു ഉച്ചക്കത്തേനും വൈകിട്ടത്തേനും കൂടി ആയിട്ടുള്ള ഒരു കറി അത്രയും അങ്ങനെ അങ്ങ് തൽക്കാലമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി നമ്മുടെ മെഴുക്കുവരട്ടി ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ പാവയ്ക്കയും ഈ ഉരുളക്കിഴങ്ങും കൂടെ മെഴുക്കുവരട്ടി വെക്കുന്നത്. എന്നാണെന്നറിയാമോ, പാവയ്ക്കയുടെ കൈപ്പൊട്ട് അറിയുകയേ ഇല്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നാൽ പിന്നെ അതൊന്ന് മാറ്റിയിട്ട് ഒരു കുഞ്ഞ് കടായി അടുപ്പത്തൊട്ടിച്ച് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുത്തേ. പിന്നെ പോരാത്തതിന് ഒരു സ്വല്പം ഉലുവായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉലുവ വേണമെങ്കിൽ ഇട്ട് കൊടുത്തേച്ചാൽ മതി ഇങ്ങനെ കറി വെക്കുമ്പോൾ. പക്ഷേ ഉലുവായും കൂടി ഇടുവാണെന്നുണ്ടെങ്കിൽ കറിക്ക് കൊഴുപ്പും കിട്ടും, നല്ലതുമാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു സ്വല്പം കറിവേപ്പിലയും 2 ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളകേ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വെള്ളമൊന്നും ചേർക്കണ്ട, അല്ലാതെ തന്നെ നമുക്കൊരു സ്വല്പം നേരം ഒന്ന് അടച്ചു വെക്കണം. അതിന് മുമ്പ് സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ ആ വെള്ളം നന്നായിട്ട് നൂറ് വരുമല്ലോ തക്കാളിയുടെയേ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് അത് അങ്ങനെ ഇരുന്ന് വേവട്ടെ കേട്ടോ. അങ്ങനെ 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഏകദേശം തക്കാളി ഒന്ന് അലുത്ത് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ മിക്സ് എല്ലാം ഉണ്ടല്ലോ, തേങ്ങയൊക്കെ കുറച്ചുകൂടെ കൂടുതലൊക്കെ അരക്കി വേണമെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. കാരണം വെച്ചാൽ കറിക്ക് ഇച്ചിരി നമുക്ക് ചാറൊക്കെ കൂട്ടിയെടുക്കാം. പക്ഷെ നമുക്ക് തേങ്ങയൊക്കെ കുറവായതുകൊണ്ട് നമ്മൾ വാങ്ങുന്നതൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ച് വേണമല്ലോ കൈകാര്യം ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരുവത്തിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറും കൂടെ കഴുകിയിട്ട് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നതും വരെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നോളൂ കേട്ടോ. അങ്ങനെ അതൊന്ന് തിളച്ച് ഒരു പരുവായി വന്നപ്പോൾ നമ്മുടെ മോര് കുറച്ചായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ ബൗളും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകി അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പും കൂടെ നമുക്ക് നോക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തുള്ളൂ. കാരണം നമ്മൾ ഉപ്പ് ആദ്യം ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നല്ലോ, തക്കാളിക്കുള്ള ഉപ്പ് മാത്രമല്ലേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നുള്ളൂ. മോര് തിളച്ച് പോവല്ലേ, തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞ് കിടക്കും. വെള്ളവും നമ്മുടെ തൈരും എല്ലാം
എല്ലാം കൂടെ പിരിഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ മോരുകറി പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിനെ നമുക്ക് വെള്ളമൊന്നും വറ്റാത്ത ഒരു പാത്രത്തിലേക്ക് ആക്കി, ഒരു ബൗളിലേക്കോ ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രത്തിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആക്കി മാറ്റി വെക്കാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനെ മോരുകറിയൊക്കെ ഉണ്ടാക്കണേ. അപ്പോൾ അതുപോലെ തന്നെ പാവയ്ക്ക മെഴുക്കുവരട്ടി ആണെങ്കിലും ഇതുപോലെയൊക്കെ ഈ പാവയ്ക്ക മെഴുക്കുവരട്ടിയുടെ കൂടെ ഈ മോരുകറിയുടെ കൂട്ടി നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നോക്കിയപ്പോൾ ഒരു മീൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ ചോറുണ്ണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് തന്നെ ഉണക്കമീൻ, ഇത് മെടക്കെന്ന് പറഞ്ഞ ഒരു ഉണക്കമീനാണ്. ഒന്നുമില്ല, കാര്യം പറഞ്ഞ ദശയോ കാര്യങ്ങളോ ഒന്നുമില്ല അതിന്, എന്നാലും ഉണക്കമീനാണല്ലോ എന്നുള്ള ഓർത്തിട്ടൊരു സമാധാനം എന്ന് പറയാം. അങ്ങനെ അതിനെ ഒന്ന് കഴുകി നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ മീൻ സാധാരണക്കാലും കുറച്ചുകൂടി ഉപ്പ് കുറവാണ് കേട്ടോ. എന്തായാലും ഞാനിതിനെ കുറച്ചുകൂടെ നേരം കൂടെ വെള്ളത്തിലും കൂടി ഇട്ട കാരണം ഉള്ള ഉപ്പും കൂടെ പോയിട്ട് ഒരു സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ആദ്യം ഇട്ട് കൊടുത്തത് കുറവാണെന്ന് തോന്നിയുകൊണ്ടാണ് രണ്ടാമത് സ്വല്പം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും മീൻ ഉണക്കമീനാണെങ്കിലും പച്ചമീനാണെങ്കിലും കുറച്ച് എരിവുള്ളത് നല്ലതല്ലേ, അതുകൊണ്ടാട്ടോ. അത് അല്ലെങ്കിൽ പിന്നെ പച്ച ചുവയ്ക്കുന്ന പോലെ ഇരിക്കില്ലേ. അങ്ങനെ എന്നാൽ പിന്നെ അതിനെയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തേക്കാന്ന് വെച്ചു കേട്ടോ. അങ്ങനെ എണ്ണ പൊടിച്ച വെജിറ്റബിൾ ഓയിലാണ് നമ്മളിങ്ങനെയുള്ള കാര്യത്തിനെല്ലാം ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് പൊട്ടിച്ച പടി ഞാൻ അതിൻ്റെ അകത്തോട്ട് ശലം എടുക്കും, ഏതോ ഒഴിച്ച് വെച്ചില്ലായിരുന്നേ. അങ്ങനെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ മൂത്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് പിന്നെ നമ്മുടെ മീനെല്ലാം കൂടെ നമ്മളൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. നമ്മുടെ ഈ എന്താ പറയുക, മുള്ളൻകുറിച്ചിയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് വറുത്തെടുക്കാനൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇടാറില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ അത്രയും സമയമൊക്കെ തന്നെ മതി ഇതിനാണെങ്കിൽ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട കാരണം അതിൻ്റെ അകത്ത് ഒരു തിരിച്ചു മറിച്ചിട്ട് കൊടുത്തു. അതിനിടയ്ക്കാണ് ഭയങ്കര ചൂടാണ്. എത്ര മഴയാണെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ചൂടുണ്ട് കേട്ടോ. പെരക്കകത്ത് വീടിനകത്ത് ഭയങ്കര ചൂടാണേ. അതുകൊണ്ട് തന്നെ നോക്കിയപ്പോൾ ഓറഞ്ചിൻ്റെ സ്ക്വാഷ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ വേഗം തന്നെ കാണിച്ചു ഒരു സ്ക്വാഷൊക്കെ ഉണ്ടാക്കി. സ്ക്വാഷ് എന്ന് പറയാൻ പറ്റില്ല, ഓറഞ്ചിൻ്റെ പൾപ്പുണ്ടല്ലോ, അതാണ് നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ സ്റ്റോക്കിൽ നമ്മൾ മേടിച്ച് വെക്കുന്നത്. അപ്പോൾ തണുപ്പൊക്കെ എന്താ പറയുക, ഫ്രിഡ്ജിലിരിക്കുന്നതുകൊണ്ട് നല്ല തണുപ്പുണ്ടല്ലോ, വെള്ളം ഇങ്ങനെ വെച്ചേക്കും. അന്നേരം പുറമേ ഭയങ്കര ചൂടായതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ചുമ്മാ ഇരുന്നപ്പോൾ കലക്കി കുടിക്കാൻ തോന്നി. ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു, എത്ര വെള്ളം കുടിച്ചിട്ടും ദാഹം അങ്ങോട്ട് മാറണില്ല. അങ്ങനെ നിന്നപ്പോൾ ഒരു ഓറഞ്ചിൻ്റെ ഇതൊക്കെ ജ്യൂസൊക്കെ ഉണ്ടാക്കി. അപ്പോഴത്തേക്ക് നമ്മുടെ മീനൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന്, തിരിച്ചും മറിച്ചെന്ന് പറയാൻ പറ്റത്തില്ല, അങ്ങനെ മറിച്ചിടാനുള്ള വലിപ്പം ഇല്ലല്ലോ, അതിനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കും, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ മീനെല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ നമുക്ക് എന്നാ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു കാസറോളിലോ എവിടെയെങ്കിലും നമുക്കൊരു പാത്രത്തിലേക്ക്, കാസറോളിനകത്തോട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ നടക്കട്ടെ. അന്നേരത്തേക്ക് നമ്മുടെ കഞ്ഞിയൊക്കെ ഇവിടെ വെന്ത് വരുന്നതേ ഉള്ളൂ. എന്താ വെച്ചാൽ കുത്തരി ആയതുകൊണ്ട് തന്നെ നല്ല താമസം. അതേ മറിച്ച് വെള്ളയരി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇവിടത്തെയൊക്കെ അരി സാധാരണ നമുക്കൊരു 15-20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും വെന്ത് കിട്ടും. അന്നേരം നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ അരി ഏകദേശം ഒരു വേവായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി അങ്ങോട്ട് വെന്ത് പോയാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇരിക്കുമ്പോൾ ഒരു പന്നലായി പോയെങ്കിലോ എന്ന് ഓർത്തുകൊണ്ട് അനി എന്നാന്ന് വാർത്തേക്കാന്ന് വെച്ചു കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ കലത്തിലേക്ക് വെള്ളം ഒഴിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ, കലം നിറഞ്ഞല്ലേ ഇരിക്കുന്ന, അരിയിട്ട് സ്വല്പം കൂടിപ്പോയി, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. അങ്ങനെ അതിനെ ഒന്ന് തടയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളല്ല ഈ ഡ്യൂപ്ലിക്കേറ്റ് പരിപാടിയാണ് കേട്ടോ നോക്കുന്നത്. കാരണം വെച്ചാൽ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കഞ്ഞിവെള്ളം വാർക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ മോരുകറി, തക്കാളി ഇട്ട മോരുകറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഉരുളക്കിഴങ്ങും നമ്മുടെ പാവയ്ക്കയും കൂടെ മെഴുക്കുവരട്ടി വെച്ചതും ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഉണക്ക മീനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ടേസ്റ്റ് ഇല്ലെങ്കിൽ പോലും നല്ലതാട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ലഞ്ചിൻ്റെ വിശേഷങ്ങൾ. സാധാ ഊണാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം തീർന്നപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കണ്ട കേട്ടോ.